യെസ്, 20സിലുള്ള ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ ലൈഫിൽ എന്തായാലും വായിച്ചിരിക്കേണ്ട 4 പുസ്തകങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത്. എടാ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റം വരുന്നുണ്ടാവും. നമ്മുടെ ലൈഫിലുള്ള 4 കാര്യം, 4 കോർ ആയിട്ടുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ 4 കാര്യത്തിന് ഞാൻ വിളിക്കുന്നത് ദി 4 M's എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്. മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആണ്, നമ്മളെ ചിന്തകളും നമ്മളെ ഡിസിപ്ലിൻ, മെൻ്റൽ ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെയാണ്. മണി എന്ന് പറയുന്നത് നമ്മളെ ഫൈനാൻഷ്യൽ ഡിസിഷൻസും നമ്മളെ ഫൈനാൻഷ്യലുള്ള നമ്മളെ ഓരോ തീരുമാനങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാനർ എന്ന് പറയുന്നത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മളൊരു സ്ഥലത്ത് പോലെ എങ്ങനെ സംസാരിക്കും, നമ്മളൊരാളോട് എങ്ങനെ സംസാരിക്കും, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളെന്ത് പറയുന്നത് അങ്ങനെ കേട്ടിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മാനറിൽ ഉദ്ദേശിക്കുന്നത്. മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു 4 കോറായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. സോ ഇന്നത്തെ ഒരു വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഈ 4 കോർ ഏരിയാസ് കണക്ട് ചെയ്തിട്ടുള്ള 4 പുസ്തകങ്ങളാണ്. സോ ഈ ഒരു പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കാം. നിങ്ങൾ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് അറിയിക്കുക. ഈ 4 പുസ്തകങ്ങൾ വാങ്ങാനുള്ള ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ബിഗിൻ. യെസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് മൈൻഡ് ആണല്ലേ. സോ നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ് ജയ് ഷെട്ടി എഴുതിയിട്ടുള്ള തിങ്ക് ലൈക്ക് എ മങ്ക് എന്നാണ് ഈ ഒരു പുസ്തകം. ഈ ഒരു പുസ്തകത്തിൽ മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെൻ്റൽ ഡിസിപ്ലിന്, അതുപോലെ തന്നെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വേണം, ഇങ്ങനെ നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇദ്ദേഹം പണ്ട് ഏത് ലൈഫ് സ്റ്റൈലിലായിരുന്നു, അവിടെ നിന്ന് എങ്ങനെ ഒരു മോങ്കിലേക്ക് മാറി അവിടെ തിരിച്ച് ഈ ഒരു വേൾഡിലേക്ക് തിരിച്ചു വന്നു, ഇതങ്ങനെ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോയി, അങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നൊരു പുസ്തകമാണ് തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്, നിങ്ങൾ എല്ലാവരും വായിക്കുക. ഒരുപാട് കോപ്പീസ് വിറ്റുള്ള പുസ്തകമാണ്. ഇദ്ദേഹത്തിൻ്റെ ചാനൽ എടുത്ത് നോക്കി കാണാൻ ഒരുപാട് ഇൻസൈറ്റ്സ് ഒക്കെ നമുക്ക് ഇന്ന് കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ ബുക്കാണ് തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ചാനൽ ജസ്റ്റ് ബുക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ, ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നില്ല. ആ ഒരു ഞാൻ പറഞ്ഞ ആ ഒരു നീഷ് റിലേറ്റഡ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്ക് സജസ്റ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിനെപ്പറ്റി ഇൻഡെപ്റ്റ് റിവ്യൂ നമ്മൾ ചെയ്യില്ല. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ജസ്റ്റ് ഒരു സജഷൻസ് അതിന് മാത്രം കൂട്ടിയാൽ മതി. ഓക്കെ, സോ ഇത് എല്ലാവരും നോക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് നോക്കാൻ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ എം എന്ന് പറയുന്നത് മണി. നമ്മൾ ഫൈനാൻഷ്യലി നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് കറക്റ്റ് അറിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് ഇന്ന് അത് കാരണം പണിയിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നല്ല കയറി വരുന്നുണ്ട്, എൻ്റെ ഹെൽപ്പും കൂടി ഒക്കെ കൂടി നല്ല കയറി വരുന്നത്. അപ്പോൾ ഈ ഒരു പുസ്തകം ഞാൻ അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അന്ന് എടുത്ത തീരുമാനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കാനുണ്ടാവില്ല. സോ അതിനെ പറ്റി പറയുന്ന ഒരു പുസ്തകമാണ് ദി സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്നത്. ഈ ഒരു പുസ്തകത്തിൽ എന്താ പറയുന്നതല്ല, നമ്മളെ പൈസൻ്റെ മാത്തമാറ്റിക്കൽ സൈഡല്ല ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. കംപ്ലീറ്റ്ലി നമ്മൾ ഈ ഒരു പൈസൻ്റെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. നമ്മൾ പൈസ ഓരോ സ്ഥലത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിലേക്ക് ചിന്തിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്, എവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിൽ ചിന്തിക്കണം, ലോങ് ടേം ആയി ചിന്തിക്കണം, ഷോർട്ട് ടേം ആയി ചിന്തിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗ്രീഡ്, ഫിയർ. നമ്മളെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം, നിങ്ങൾ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഗ്രീഡാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ സൈക്കോളജി ഓഫ് മണി എന്നുള്ളത്. ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് രണ്ടാമത്തെ എമ്മിൽ മണിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണ്. മൂന്നാമത്തെ എം എന്ന് പറയുന്നത് എന്താണ്, മാനർ ആണല്ലേ. നമ്മളെ വീഡിയോയിൽ ഞാൻ ഈ മാനർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുസ്തകം ഒരുപാട് വട്ടം സംസാരിച്ചതാണ്. അതിനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്തുള്ള കണ്ടന്റുകൾ എടുത്ത് നമ്മൾ വീഡിയോസ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത്രക്കും മില്യൺസ് ഓഫ് കോപ്പീസ് ചെയ്തിട്ടുള്ള, അത്രക്കും ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ള പുസ്തകമാണ് മാനറിൽ പെട്ടിട്ടുള്ള. ഇതിനപ്പുറത്തേക്ക് വേറൊരു പുസ്തകം നിങ്ങൾ ബേസിക് ലെവലുള്ള ആൾക്കാരെ വായിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ബുക്കുള്ളൂ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. എടാ, ഈ ഒരു പുസ്തകത്തിന് എന്താ പറയുന്നത് അറിയാം, നമ്മൾ ഓരോ സ്ഥലത്തും എവിടെ എങ്ങനെ സംസാരിക്കണം, ഓരോ സന്ദർഭങ്ങളിൽ എങ്ങനെ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിൽ ഏത് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു ബുക്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സെഷനിൽ പറഞ്ഞത് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് ഇൻഫ്ലുവൻഷ്യൽ പവർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. സോ നമ്മളെ മാനറിസം, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലൻ ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു എല്ലാവരും നോക്കി നോക്കുക. നെക്സ്റ്റ് ആണ് മക്കളെ നാലാമത്തെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫിസിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം എന്ന് ലൈഫിൽ എപ്പോഴും ആഗ്രഹിച്ച ഒരാൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഡെയിലി ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ഡെയിലി ഒരു 10 പുഷപ്പ് എടുക്കണം, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച ആൾക്കാരായിരിക്കും. പക്ഷേ
എന്തൊക്കെയോ കാരണം കൊണ്ട് ആ ഒരു ഹാബിറ്റ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാറില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണം കൊണ്ട് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാറില്ല. സോ നമ്മളെ ഫിസിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ നമുക്കത് നമ്മളെ ജീവിതത്തിന് ഭാഗമാക്കി മാറ്റാൻ പറ്റാത്തൊരു ഇഷ്യൂ നമുക്കുള്ളത്. സോ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തെ സെലക്ട് ചെയ്ത് നോക്കുകയാണ് അറ്റോമിക് ഹാബിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയും ഈ അറ്റോമിക് ഹാബിറ്റ് നമുക്ക് മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്തുകൂടെ നമ്മൾ ആലോചിക്കാം. പക്ഷേ ഈ അറ്റോമിക് ഹാബിറ്റ് ഞാൻ മൂവ്മെൻറ്റിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ആ ഒരു പവർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്തത്? ഈ വർക്കൗട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബേസിക് വർക്കൗട്ട് നമ്മളെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റുക അല്ലെങ്കിൽ പാർട്ടാക്കി മാറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിരുന്ന ബുക്കാണ് ഈ ഒരു അറ്റോമിക് ഹാബിറ്റ് പറയുന്നത്. നമ്മുടെ ലൈഫിലുള്ള മോശം ഹാബിറ്റുകളെ നമുക്ക് ഒഴിവാക്കാനും അതുപോലെ തന്നെ പുതിയ നല്ല ഹാബിറ്റുകൾ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളതൊക്കെ പറയുന്നൊരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ് പറയുന്നത്. ഇത്രത്തോളം നിങ്ങൾക്ക് എന്താക്കി എടുക്കാൻ പറ്റും? ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന ആ ഒരു ശീലം അല്ലെങ്കിൽ നമുക്ക് ജിമ്മിൽ പോകുന്ന ഒരു ഹാബിറ്റൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഈ ഒരു 4 പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് ഈ 4 പുസ്തകങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് ഞാൻ തരാം, നിങ്ങളെ ഇപ്പോൾ ഏത് സിറ്റുവേഷനിലാണുള്ളത് അതിൽ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഒരുപാട് അതായത് പണ്ടത്തെ ആ ഒരു ഞാനും ഇപ്പോഴത്തെ ആയിരിക്കും നല്ലൊരു ചേഞ്ച് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എസ്പെഷ്യലി ഈ ഒരു പുസ്തകത്തിൽ ഹൗ ടു മേക്ക് ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. കാരണം പണ്ടത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞത് അത്രയ്ക്കും ഞാൻ എക്സ്ട്രീം ലെവലായിട്ട് ഒരാൾ സംസാരിക്കുന്ന മടി, പേടി അല്ലെങ്കിൽ കുറവ് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നവരെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ വീക്ക് ഒരു സ്കൂളിൽ ക്ലാസ് എടുത്തത് 86 സ്റ്റുഡൻസിന് ഒരു ക്ലാസ്സിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റി. കാരണം ഇതൊന്നും കിട്ടിയതും മറ്റു പല സ്ഥലത്ത് നിന്ന് കിട്ടിയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പലതും ക്ലാസ്സിൽ വരെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ അത്രയ്ക്കും ബെനിഫിറ്റ് ഉള്ള അത്രയ്ക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 4 പുസ്തകങ്ങളായിരുന്നു പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതൊരു അഫിലിയേറ്റഡ് ലിങ്കാണ്. നിങ്ങൾ അത് ത്രൂ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഹെൽപ്പ് ആവും. അപ്പോൾ അത് മാത്രമല്ല നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.